അതിൽ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ കാണാനായിട്ട് ഇന്നലെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കയും വന്നിരുന്നു. 5 ലക്ഷം രൂപ വെച്ച് 40 പേർക്കാണ് അവർ ഇന്നലെ വിതരണം ചെയ്തത്. പിന്നെ തറക്കല്ലിടൽ നടന്നിട്ടുണ്ട് വീട് നഷ്ടമായിട്ടുള്ളവർക്ക്. ശരിക്കും കോൺഗ്രസ് പാർട്ടി അവിടുത്തെ വയനാടത്തെ MP ആണ് പ്രിയങ്ക, മുൻ MP ആണ് രാഹുൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ വാക്ക് ഇത് കോൺഗ്രസ്സിന് ശരിക്കും കേരളത്തിലുണ്ടാകുന്ന സർക്കാർ ചെയ്യുന്നതിനേക്കാൾ കാര്യങ്ങൾ അവർ ചെയ്തു എന്നും അവരുടെ കൂടെ ഈ പറയുന്ന ദുരിതം നേരിട്ടവരുടെ കൂടെ തങ്ങളുണ്ട് എന്ന് ചേർത്ത് പിടിക്കൽ ഉണ്ട് എന്നും വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇന്നലെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് അവരുടെ ഗാന്ധി കുടുംബത്തിലെ ഇളം തലമുറ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്, പ്രതിപക്ഷ നേതാവ്, എന്തു തോന്നുന്നു അവരുടെ ഇന്നലത്തെ ആ പ്രകടനം? കുറേ നാളായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് മുണ്ടക്കൈ ചൂരൽമല ആ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് പ്രതിപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വാഗ്ദാനം ചെയ്ത 100 വീടുകൾ ഇവിടെ എല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ്. ഇവരാണോ നിങ്ങൾ ഭരണപക്ഷത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിലവിൽ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു പരിപാടിയിൽ നമുക്ക് വ്യക്തമാവുന്നത്. 100 വീടുകൾക്കുള്ള പ്രഖ്യാപനങ്ങളായിട്ടുണ്ട്. അതേപോലെ തന്നെ തറക്കല്ലുകൾ ഇട്ടിട്ടുണ്ട്. 40 പേർക്ക് 5 ലക്ഷം രൂപ വീതം സ്പോട്ടിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ വിതരണം ചെയ്തിട്ടുണ്ട്. അതൊന്ന് ആലോചിക്കണം. നമ്മുടെ കണ്ണൂരിലാണെന്ന് തോന്നുന്നു ഒരു പരിപാടിക്കിടയിൽ പെൻഷൻ കാശ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കൊടുത്ത് അങ്ങനെ ഇവിടെ പലരും പബ്ലിസിറ്റി എടുത്ത ഒരു നാട്ടിൽ 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതങ്ങനെയല്ല. അത് ഈ പറയുന്ന MP ഗോവിന്ദൻ ഈ പെൻഷൻ വാങ്ങിയ ഒരു അപ്പൂപ്പനെ കൊണ്ടൊരു നാടകം കളിപ്പിച്ച കൃത്യമായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ പൈസ ഒന്ന് അങ്ങോട്ട് കൊടുക്കണം. സ്റ്റേജിൽ വെച്ച് എന്താ അദ്ദേഹം ഇങ്ങനെ തരും, കാരണം പെൻഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ. അത് ഇത്രയും വലിയ കാര്യം ഉദാത്തമായി ചെയ്യുന്നതല്ലേ. ഇനി വരാൻ പോകുന്ന വളരെ നിഷ്കളങ്കനായതുകൊണ്ട് പുറത്തു എന്നോട് ഇങ്ങനെ അവർ പറഞ്ഞു, എന്റെ കയ്യിരിക്കുന്ന കൊടുക്കാൻ പറഞ്ഞു. ഭാഗ്യത്തിന് തിരിച്ച് കമന്റ് ഒക്കെ ഒന്ന് കാണണം ചേട്ടാ, ഭാഗ്യത്തിന് തിരിച്ചെങ്കിലും കിട്ടിയല്ലോ. സാധാരണ തിരിച്ചു വാങ്ങിച്ചു വെക്കലാണ് പതിവ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ 5 ലക്ഷം രൂപ കൃത്യമായി 40 പേർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു തുടക്കമാണ്. കാരണം നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നു ഒരു ഭാരത് ജോഡോ യാത്ര. ഒരു മനുഷ്യൻ അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇരുന്ന് നടക്കുക. ആ ഒരു നടത്തത്തെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കളിയാക്കലിന്റെ ഒടുവിലേക്ക് നല്ല രീതിയിൽ അയാൾ പ്രതീക്ഷിക്കാതിന്റെ അപ്പുറത്തേക്കും കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചു. കാരണം അത്തരത്തിലൊരു വോട്ട് ഭൂരിപക്ഷം അയാൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതൊരു തുടക്കമാണ്. ഇതൊരു പ്രചരണത്തിന്റെ തുടക്കമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ് ഇവിടെ നയിക്കാനായിട്ട് വരുന്നത്. ഡയറക്റ്റ് വരികയാണ് ഇപ്രാവശ്യം. കാരണം 2 തവണ കൈവിട്ട് പോയ ഒരു ഭരണം 3-ാം തവണ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ സഹോദരങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് വരുന്നത്. ഒന്നാമത്തെ ഒരാളെന്ന് പറയുന്നത് വയനാടിന്റെ MP തന്നെയാണ്. പലപ്പോഴും ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമലയുമായിട്ടുള്ള ഉരുൾപൊട്ടലിന് ശേഷം പലപ്പോഴും വയനാട്ടിൽ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വയനാടിനെ റെപ്രസെന്റ് ചെയ്ത് പാർലമെന്റിൽ സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ്. ഇവരിതിനെപ്പറ്റി സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത്. അതിനിപ്പോ ഒരു പരിഹാരമായിട്ടുണ്ട്, നടപ്പാക്കാനും തുടങ്ങി. നിങ്ങളെ പോലെ കയ്യിൽ പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്ന വെറും മോഹവാഗ്ദാനങ്ങളല്ല. അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്ത കുറച്ച് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകളുടെയൊക്കെ പ്രശ്നം നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന കക്കൂസ് മാലിന്യമൊക്കെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന അവസ്ഥ. അതേപോലെ തന്നെ വളരെ ശോചനാവസ്ഥയിൽ താമസിക്കുന്ന, കാരണം കുറേയധികം കെട്ടിടങ്ങൾ, വെറും ഒരു അനാഥമാക്കപ്പെടുന്ന കെട്ടിടങ്ങൾ പോലും നിങ്ങൾ നിർമ്മിച്ചു കളഞ്ഞിരിക്കുന്ന കുറേയധികം കെട്ടിടങ്ങൾ. അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നിർമ്മിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രകടന പട്ടികയിൽ കൊടുക്കാൻ വേണ്ടി, പ്രചരണത്തിന് കൊടുക്കാൻ വേണ്ടി മാത്രം കുറേയധികം വീടുകൾ നിർമ്മിച്ചെടുക്കാം. അതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾ ഇവരാരും കൊടുക്കുന്നില്ല, ഇവരൊക്കെ വെറും പറച്ചിൽ മാത്രമാണെന്നുള്ളത് ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, കൃത്യമായി കൊടുത്തു. ഇനിയിപ്പോ പറയാൻ പോകുന്നത് 100 വീടുകൾ നിർമ്മിച്ചില്ലല്ലോ, തറക്കല്ലല്ലേ ഇട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ വെറും ഒരു എന്താ ചേട്ടാ, ഒരു PR ആണ്, വെറും PR ആണ്, വെറും. അതെ, ഇതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ ഭരണം അങ്ങനെ കിട്ടുവാണെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ അങ്ങ് തിരിച്ചു പോവും, ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ അവർക്കാർക്കൊന്നും
കൊടുക്കാൻ പോകുന്നില്ല. അല്ല, ഇത് AICCയെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രസ്റ്റീജ് തന്നെയാണ്. ഇപ്പൊ സുനിൽ കനകോലു എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ഷൻ എഞ്ചിനീയറെ കൊണ്ടുവന്ന് ഇപ്പൊ കർണാടകത്തിൽ അവർ ഭരണം തിരിച്ചു പിടിച്ചില്ലേ, അപ്പോൾ അവർക്ക് കേരളത്തിൽ ഭരണം തിരിച്ചു പിടിക്കണം. അവരുടെ മുഖ്യ ശത്രു BJP ആണ്. കേരളത്തിൽ ഇവിടെ CPM-നെ സംബന്ധിച്ച് CPM-ന് ഭരണം കിട്ടിയാൽ മതി. അതിപ്പോൾ BJP-യുടെ കൂടിയാലും RSS-നോട് കൂടിയാലും എന്തായാലും തങ്ങൾക്ക് ഭരണം ഒരുക്കി കൂടെ കിട്ടണം. പക്ഷെ അതിനകത്തൊരു BJP കാണുന്ന ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ കേരളത്തിലും കൂടെ കോൺഗ്രസ് പോയാൽ അവർക്ക് തേരോട്ടം ഉണ്ടാകാം എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവിടെ CPM-ന് ഏറ്റവും BJP-കൾ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആണ്. ആ രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മോദി നടത്തിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മോദിയുടേതായിട്ടുള്ള കുറേയധികം പ്രചരണങ്ങളാണെങ്കിലും ഉദ്ഘാടനങ്ങൾക്കാണ് വരുന്നെങ്കിൽ പോലും അത് ഒരു പ്രചരണ രീതി തന്നെയാണ്. വരാൻ പോകുന്ന ഇലക്ഷനിൽ കേരളം ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് പല അതിലേക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ എത്ര തവണയാണ് ഈ കൊച്ചി തന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പോയത്? അപ്പൊ ആ ഒരു രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ വേളകളൊക്കെ ഈ ആയിരങ്ങളൊക്കെ സ്വമേധയാ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്തിൽ എല്ലാവരും കോൺഗ്രസ്സുകാരാണെന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. കോൺഗ്രസ്സുകാരൊന്നും അല്ല, അതിന്റെ അപ്പുറത്തേക്ക് നിഷ്പക്ഷരായിട്ടും ഇവരോടുള്ള ഇഷ്ടം കൊണ്ടും അതേപോലെ പുള്ളിയുടെ ഇദ്ദേഹമാണെങ്കിൽ പോലും ഇദ്ദേഹം ഊന്നി പറയുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്താണെങ്കിൽ ഈ വോട്ട് ചോരലിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇദ്ദേഹത്തിനോട് മാത്രമല്ല അതിന് ഈ പറയുന്ന പോലെ നമ്മുടെ സുരക്ഷാ സേനാ മേധാവിയുടെ ഒരു പുസ്തകം ഈ അടുത്തിടയ്ക്കൂടെ വന്നില്ല, അത് ലോക്സഭയിൽ ചർച്ചയായ വിഷയമുണ്ടല്ലോ. കാര്യം പഴയതുപോലെയല്ല, സോഷ്യൽ മീഡിയ അത്ര കണ്ട് സജീവമായിരിക്കുന്ന സമയത്ത് വെള്ളത്തുമ്പിൽ ഇതെല്ലാം കിട്ടുമ്പോൾ ഏത് കാര്യം ഇപ്പം ലോക വാർത്തകൾ വളരെ താല്പര്യത്തോടെ കാണുന്ന സാധാരണക്കാരുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയം താല്പര്യത്തോടെ കാണുന്ന വളരെ സാധാരണക്കാരുണ്ട്. ലോക്സഭാ സമ്മേളനം അങ്ങനെ തുടങ്ങി രാജ്യസഭ ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഇദ്ദേഹത്തിന്റെ ഓരോ പണ്ട് ഈ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പപ്പു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സംബന്ധിച്ച് ഇപ്പൊ അങ്ങനെ വിളിക്കാൻ അവർക്ക് പേടിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓരോ വരവും ഇവർ പേടിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാന സത്യാവസ്ഥ എന്ന് പറയുന്നത്. പണ്ട് ഈ പറയുന്ന രീതിയിൽ നോർത്തിലേക്ക് പല ഗ്രാമങ്ങളിലേക്കും രാഹുൽ ഗാന്ധി പോകുന്ന സമയത്ത് തടയിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിക്കാൻ പാടില്ല, അങ്ങനെ രീതിയിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ഷന്റെ പേരിലാണെങ്കിൽ പോലും അങ്ങോട്ട് കടത്തിവിടാത്ത രീതിയാണ്. അതേ രീതി തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ. ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ച് ചങ്കിടിപ്പാണ്. രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്, ഇനി ഇപ്പൊ പ്രചരണമാണോ തുടങ്ങാൻ പോകുന്നത്? തിരുവനന്തപുരം മുതൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങനെ പ്ലാൻ ഉണ്ട്. തിരുവനന്തപുരം അതായത് കൊച്ചിക്കിപ്പുറം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്കയോ, അങ്ങനെ രണ്ട് ഇതായിട്ട് പിന്നെ വടക്കൻ മേഖല പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ തെക്കൻ മേഖല രാഹുൽ ഗാന്ധിയോ, അങ്ങനെ ഏതെങ്കിലും കറക്റ്റ് സ്പോട്ട് കൊച്ചി തന്നെ പറയുന്ന സഹോദരങ്ങൾ തന്നെ ഈ പറയുന്ന വടക്കേ മലബാർ അല്ലെങ്കിൽ വടക്കേ ഏരിയ തെക്കൻ അങ്ങനെ തിരിച്ച് ഒരു പ്രചരണം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ഈ പറയുന്ന ഭയപ്പെടുന്ന രീതിയിൽ വൻ ഭൂരിപക്ഷത്തിലേക്കായിരിക്കും കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത്. കാരണം ചെറിയ രീതിയിലുള്ള, കാരണം ഇവർ പറഞ്ഞിട്ടുള്ള നിങ്ങളെ പോലെ നമ്മളൊരു വിഷയത്തെ പറ്റി ചോദിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പോൾ വന്ന് പറയുമായിരിക്കും, ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന സമയത്ത് ഒരാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോ ഇത് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് അന്ന് നിങ്ങൾ ആ ചോദ്യം ചോദിക്കാൻ പാടില്ല, മറ്റു കാര്യങ്ങളെ പറ്റി ബംഗാളിനെ പറ്റിയിട്ട് എന്താണ് ചോദിക്കുന്നത്, ബംഗാളിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നരേന്ദ്രമോദി വരുന്ന സമയത്ത് നമ്മൾ UP-യെ പറ്റിയിട്ടും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ ചോദിക്കുന്നത് നമ്മൾ കണ്ടു പരിചിതമല്ല. ഇവിടെ നരേന്ദ്രമോദിയുടെ ആ ഒരു ഉദ്ദേശം, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുക. എന്താണ് കേരളത്തിൽ BJP കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കും. അതെ, കേരളത്തെ സംബന്ധിച്ച്, കാരണം അതൊരു ബ്രാൻഡിങ് ചെയ്യപ്പെടുക. ഞങ്ങൾ കേരളത്തിനെ എടുത്തിട്ട് പരമോന്നതമായിട്ടുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അത്രയും ഗ്ലോബലി ഞങ്ങൾ കേരളത്തിനെ അറിയപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു ട്രാപ്പിംഗ് ആണ്, അതൊരു തരം ബ്രെയിൻ വാഷിംഗ് മെത്തേഡാണ്. അങ്ങനെ കൊണ്ട് സംസാരിക്കുക. അതിന്റെ അപ്പുറത്തേക്കും അവിടെ നമ്മൾ നോർത്ത് ഇന്ത്യയെ പറ്റി ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല. നോർത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്ന പോലും ഇല്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പോലും അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നില്ല, അതിനെപ്പറ്റി ചോദിക്കാൻ പോലും ഒരു അവസരം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാന വിഷയമാണ്. പക്ഷെ ഇവിടെ എന്തായാലും വയനാട്ടിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. അതോടൊപ്പം തന്നെ പല മാധ്യമങ്ങളുടെയും ഫ്രണ്ട് പേജിലുള്ളതാണ് സഹോദരങ്ങളുടെ ഒരു സ്നേഹം. പലപ്പോഴും ട്രെൻഡിങ് ആവുന്ന മറ്റൊരു കാര്യം തന്നെയാണ് ഇവർ തമ്മിൽ ഒരു ബോണ്ടിങ് എന്നൊക്കെ പറയുന്നത്. ഈ ഹെൽമെറ്റ് വെച്ച് കൊടുക്കുക, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് പ്രമുഖ പത്രങ്ങളിൽ വന്ന ഒരു ചിത്രം
ഉണ്ട്. അതായത് അനുജത്തി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നോട് കലഹിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ആ കലഹം ഇവിടെ വയനാട് എത്തിയപ്പോഴാണ് തീർന്നത് എന്ന് പറഞ്ഞ അനുജത്തിയെ പൊതുവേദിയിൽ കവിളത്ത് പിടിക്കുന്ന ജ്യേഷ്ഠൻ. അല്ല, അവർ തമ്മിൽ അങ്ങനെ ഒരു സഹോദര സ്നേഹം ഭയങ്കരമായിട്ട്. കാര്യം ഗാന്ധി കുടുംബത്തിലെ പിന്നെ എന്താ പറയാ, അവര് ഇപ്പോ തോന്നുന്ന ആ ഒരു സ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം പ്രിയങ്കയുടെ ആദ്യ പ്രചരണ രീതിയൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു അമ്മച്ചി പുതുവിടത്തിലേക്ക് വന്ന് എന്റെ കുഞ്ഞു വന്നിട്ടുണ്ടെന്നൊക്കെ രീതിയിൽ പിടിച്ച് ഭാഷ തീർച്ചയായിട്ടും സ്ത്രീ സമൂഹത്തെ കയ്യിലെടുക്കാൻ പ്രിയങ്കക്ക് കഴിയും. യുവജനങ്ങളെയും അല്ലാതെയുള്ള മധ്യവർഗത്തിനെയും കയ്യിലെടുക്കാൻ രാഹുലിന് കഴിയും. ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്കപ്പുറം കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ചില പ്ലാനുകൾ അവർക്ക് കേരളം തിരികെ കിട്ടും, കോൺഗ്രസിന് തിരികെ കിട്ടും എന്ന് തന്നെയാണ് ഇന്നലത്തെ ഇവരുടെ വരവിലൂടെ ക്യാമ്പയിങ് തുടങ്ങാൻ പോവുകയാണ്. അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. മാർച്ച് നമ്മൾ കാണാൻ പോകുന്നത് കേരളം. ഇത്രയും നാൾ നമ്മൾ നോർത്തിനെ പറ്റി രാഹുൽ സംസാരിച്ചതാണ് കേൾക്കുന്നത്. ഇനി കേരളത്തെ പറ്റി സംസാരിക്കുമ്പോഴാണ് പലരുടെയും നിരവധി തവണ അദ്ദേഹം ഇതിനിടയ്ക്ക് വരുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇവർ രണ്ടുപേരും നിരവധി തവണ കേരളത്തിലെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരെക്കാട്ടിലും വ്യത്യസ്തമായി തെളിവുകളുമായി ബന്ധപ്പെട്ട കൊണ്ടാണ് അദ്ദേഹം വന്ന് സംസാരിക്കുന്നത്. അതാണ് ഇവിടെ പലർക്കും ഒരു നെഞ്ചെരുപ്പ് ഉണ്ടാകുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ വോട്ട് ചോരി സംഭവം, അത് അദ്ദേഹത്തിന്റെ ആ ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. അതെല്ലാം നിരവധി തെളിവുകളുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്കെഴുത്ത് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ വെയിറ്റിംഗ് ആണ് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്ന് താങ്കൾ എന്താണ് ഇനി പറയുന്ന അടുത്ത ഇലക്ഷനിൽ കേരളത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ പദ്ധതികൾ, ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും അർഹമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന കേന്ദ്രത്തിനോട് ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. നിലവിലെ ട്രെൻഡിങ് അനുസരിച്ച് ഇനിയും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇനി മുന്നോട്ട് പുതിയ വാർത്തകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.